അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് അതായത് 4th മോഡ്യൂളാണ് എടുക്കാൻ നോക്കുന്നത്. അതായത് ഇപ്പോൾ ഡെയിലി ആദ്യം മുതലേ ക്ലാസ് എടുത്തവർക്ക് ആദ്യത്തെ മോഡ്യൂളിലെ 2nd മോഡ്യൂളാണ് നമ്മൾ എടുത്തത്. ഫസ്റ്റ് മോഡ്യൂളിലെ കുറച്ച് ടോപ്പിക് എടുത്തിട്ടില്ല. അതുപോലെ പിന്നീട് അവസാനത്തെ 5ഉം 6ഉം ഫിനിഷ് ചെയ്തു, പിന്നീട് 3 ഫിനിഷ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ പോയത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് മോഡ്യൂളിൽ കുറച്ച് ടോപ്പിക്കുകളുണ്ട്, അത് നോക്കണം. അതുപോലെ 4th മോഡ്യൂളാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ അതിൽ 4th മോഡ്യൂൾ എടുക്കുകയാണ്. അപ്പോൾ ഓരോ മോഡ്യൂളിൽ നിന്നും ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കോൺഫിഡൻസ് കിട്ടും. കുഴപ്പമില്ലാണ്ട് എങ്ങനെയെങ്കിലും ജയിക്കാം എന്നൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പം അതുകൊണ്ട് ഈ 4th മോഡ്യൂൾ ഞാനൊന്ന് സെലക്ട് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. സെലക്ട് ചെയ്ത് ഞാൻ കുറേ കാലത്ത് അങ്ങനെയാണ് ശരിക്കും അതിൽ കൈവച്ചിട്ടില്ല, ഈ ഒരു മോഡലിലേക്ക് കൈവച്ചിട്ടില്ല. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, സോൾവ് എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ ചോദിക്കും. ഈ ഒരു ഇക്വേഷൻ ഞാൻ ഇതുവരെ പഠിപ്പിക്കാറില്ല. പഠിപ്പിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നത്, എനിക്കതേക്കുറിച്ച് അറിയില്ല. സത്യം പറയില്ല, എനിക്കതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാം, ചെയ്ത് നോക്കിയിട്ടുണ്ട്. റെഗുലറായിട്ട് ട്യൂഷൻ വന്നിരിക്കുന്ന പിള്ളേർക്ക് അവർക്ക് വേണമെന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ട് അവർക്ക് വട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ഞാൻ എടുക്കുന്നില്ല തൽക്കാലം. കാരണം എന്താണെന്നറിയോ, ഇതൊരു എന്തോ ഒരു ലഗ്രാഞ്ച് ഇക്വേഷനോ എന്തോ ഒരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ ഇങ്ങനെ du/x = എന്ന് പറഞ്ഞിട്ട് dx/x = dy/y = അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ, ഞാൻ പഠിപ്പിക്കാത്തതിൻ്റെ കാരണം പ്രത്യേകിച്ച് ഞാൻ ട്യൂഷൻ എടുത്ത ആൾക്കാരൊക്കെ, അതായത് 2006 മുതലാണ് എഞ്ചിനീയറിംഗ് മാത്സ് ആദ്യമായിട്ട് ട്യൂഷൻ എടുത്ത് തുടങ്ങിയത്. പണ്ട് തൃശ്ശൂരായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തൃശ്ശൂർ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അവിടുത്തെ പിള്ളേർക്കാണ് ആദ്യത്തെ ട്യൂഷൻ തുടങ്ങിയത്. ഓക്കെ, ജ്യോതിയിലും പിന്നെ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസ്. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ആ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കാറില്ല പിള്ളേരെ. കാരണം എന്താ വെച്ചാൽ പിള്ളേർക്ക് സപ്ലി ക്ലിയർ ചെയ്യാനല്ലേ നമ്മൾ ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും, എന്താണ് ചെയ്യുന്നത്. ഇതിലൊരു 7 ടൈപ്പൊക്കെ ഉണ്ട്, ഈ മോഡൽ ഒരു 7 ടൈപ്പ് 8 ടൈപ്പൊക്കെ ഉണ്ട്. അത് അത്രയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടും ചെയ്യില്ല, എല്ലാം എടുക്കും വേണം, ടൈമും വേസ്റ്റാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഞാൻ ചോദിക്കാൻ ചാൻസുള്ള 2 ടൈപ്പ് പഠിപ്പിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു മോഡലിൽ നിന്ന് 2 ടൈപ്പ്, അത് മതി, അതിൽ നിന്ന് വന്നില്ലെങ്കിൽ എഴുതണ്ട എന്ന രീതിയിൽ ആ ഒരു ടൈപ്പിൽ നിന്ന് പഠിപ്പിക്കും. വേറൊരു ടൈപ്പ് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, സോൾവ്. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും. ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരിക്കും സോൾവ് (do³ z/do(x³) - 4 × do³ z/do(x²)(do(y) plus 4 × do³ z/do(x)(do(y²) = 2 sin 3x + 2y എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. ആ ഒരു ടൈപ്പിലും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, അങ്ങനെയാണ് ഇതിൽ ചോദിക്കുന്നത് ഈ 4th മോഡ്യൂളിൽ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യന് 6 മാർക്കും ഈ ഒരു ക്വസ്റ്റ്യന് 5 മാർക്കും, അങ്ങനെയാണ് ആ ഒരു പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് കിട്ടുക. അപ്പം ഞാൻ ഈ ഒരു 5 മാർക്കിനെ കളയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ വേറെ രീതിയിലെങ്കിലും പഠിക്കാൻ പറ്റുമെങ്കിൽ നോക്കുക. എനിക്ക് അത്രയും കോൺഫിഡൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാനത് പഠിപ്പിക്കുന്നില്ല. പിന്നീട് ഞാൻ എടുക്കുന്നത് എന്താണ്, ഈ ഒരു 6 മാർക്ക് എങ്ങനെ വന്നാലും ശരിയാക്കണം. നമ്മൾ 6 മാർക്ക് മാത്രമല്ല, ബാക്കിൽ നമ്മുടെ പാർട്ട് എ ഇല്ലേ, പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻ ചോദിക്കും. ഒന്ന് ഫോം എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് 3 മാർക്കിന്. അതുപോലെ ഈ പറഞ്ഞ ടൈപ്പിൽ നിന്ന് ഒരു സോൾവും ചോദിക്കും. ആ 2 ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 3 6 മാർക്ക് കിട്ടും. അങ്ങനെ ഈ ഒരു യൂണിറ്റിൽ 12 മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ പറയണ 12 മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലാണ് നോക്കുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഞാൻ 2 ടൈപ്പ് പഠിപ്പിക്കുന്നത്, ചിലപ്പോൾ അത് ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് ഫുൾ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്കിനി കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ടൈപ്പ് കൂടിയാണ് എടുക്കാൻ പോകുന്നത്. കാരണം സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ച CFPI ഇവിടെ വീണ്ടും വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ ആകും, പഠിക്കുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ചുമ്മാ ഇരുന്നിട്ട് ബൈഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. എന്താണ് ഇത്, ഇവിടുത്തെ പ്രത്യേകത എന്താണ്, അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ രണ്ടും കൂടി കമ്പയർ ചെയ്ത് മനസ്സിലാക്കി പഠിക്കണം. അല്ലെങ്കിൽ രണ്ടും കൊളായി കിട്ടും. ഓക്കെ, അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് സുഖമായിരുന്നു. അവർക്ക് ഒരു യൂണിറ്റിന്റെ കൂടെ ഈ ഒരു പേപ്പർ ഉണ്ടായിരുന്നില്ല. അതായത് 3rd സെമ്മില് ഈ ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്കും
സെക്കൻഡ് സെമ്മിലായിരുന്നു നമ്മൾ സെക്കൻഡ് യൂണിറ്റിലെ ടോപ്പിക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് സുഖമായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാം കൂടിയിട്ട് ഒരു പേപ്പറിലാണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എല്ലാം കൂടിയിട്ട് ഒറ്റ പേപ്പറിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആകും, തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ എഴുതിയ അതേ ഫോർമുലാസ് ഒക്കെ ഇവിടെയും വരുന്നുണ്ട്, അവിടെയുള്ള CFഉം അവിടെയുള്ള PI ഒക്കെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കി പോകണം. ഓക്കെ, അപ്പോൾ അത് തുടക്കത്തിലേ പറയാണ്, തെറ്റാനുള്ള ചാൻസ് ഉണ്ട്, കൺഫ്യൂഷൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെഡിങ് എഴുതിക്കോളൂ, Module 4 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Module 4 എഴുതാം, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. 4ാമത്തെ മോഡ്യൂളാണ്. ഹെഡിങ് എഴുതാം, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ മറ്റതുപോലെ തന്നെയാണ് കേട്ടോ, വലിയ റിസ്ക് ഒന്നുമില്ല, വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമുക്ക് എഴുതാം കേട്ടോ. CFഉം PIയുടെ ഒക്കെ ഇക്വേഷൻ മാറുന്നെന്ന് മാത്രമേ ഉള്ളൂ. എക്സാമിന് ചോദിക്കുന്നുണ്ട്, വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനും പറ്റും. ഓക്കെ, പേടിക്കൊന്നും വേണ്ട. ഓക്കെ, തുടങ്ങാം. അപ്പൊ അതിൽ 2 സെക്ഷനാണ് ഉള്ളത്. ഒന്ന് സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ PDE. ഫസ്റ്റ് ഓർഡർ ആണ് ചോദിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ്. അത് ഞാൻ ആദ്യം പഠിപ്പിക്കുന്നില്ല. ആദ്യം ഹയർ ഓർഡർ ആണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ഹെഡിങ് എഴുതാണ്, സൊല്യൂഷൻ ഓഫ്, ഹെഡിങ് എഴുതാം, സൊല്യൂഷൻ ഓഫ് ഹയർ ഓർഡർ PDE. സൊല്യൂഷൻ ഓഫ് ഹയർ ഓർഡർ PDE. ദിൽഷാദ് എത്തിയില്ലെന്ന്, ദിൽഷാദ് ഇല്ലേ, നമ്മുടെ ചാവക്കാട്ടുകാരൻ. അയ്യോ, എന്ത് പറ്റണോ? സൊല്യൂഷൻ ഓഫ് ഹയർ ഓർഡർ PDE, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ്റെ ഉള്ളിൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, രണ്ടും തമ്മിൽ വ്യത്യാസം പറയാണ്. കഴിഞ്ഞ ടൈപ്പിലെ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മുടെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? y = CF + PI എന്നായിരുന്നു അല്ലേ ക്വസ്റ്റ്യൻ കണ്ടിരുന്നത്. അത് ചെയ്തപ്പോൾ ഓരോ ടൈപ്പ് ഓർമ്മയുണ്ടോ? റൈറ്റ് സൈഡിൽ എന്ത് വരുന്നു? e⁻²x വരുന്നു. റൈറ്റ് സൈഡിൽ എന്ത് വരുന്നു? sin AXO cos AXO വരുന്നു. റൈറ്റ് സൈഡിൽ എന്ത് വരുന്നു? x⁻n വരുന്നു അല്ലേ. റൈറ്റ് സൈഡിൽ എന്ത് വരുന്നു? e⁻x × sin AXO sin BXO. ഇങ്ങനെയുള്ള ടൈപ്പുകളായിരുന്നു എന്തിന് വന്നിരുന്നത്? സെക്കൻഡ് ഓർഡർ ആ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വന്നിരുന്നത്. ഇവിടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ എക്സ് ഉണ്ടല്ലോ, എക്സ്, ആ എക്സിന് പകരം ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, എക്സിന് പകരം എക്സിന്റെ കൂടെ ഒരാൾ കൂടി വരും. ആര് വരും? y കൂടി വരും. അതായത് ഈ ഒരു പ്രോബ്ലത്തില് y = f(x)ന്റെ ടേം ആണെങ്കിൽ നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് z = എന്നാണ് പറയുക. z = എന്നാണ് ഇക്വേഷനെ പറയുക. y = എന്ന് പറയുന്നതിന് പകരം അവിടെ z = എന്നാണ് പറയുക. അതിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടാകും? എക്സും വൈയും ഉള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതിനി മറക്കണേ, ഈ സാധനങ്ങളൊക്കെ മറന്നു പോവാണ്. അതായത് y = എന്ന് പറയുന്നത് ഇനി ഇങ്ങോട്ട് എന്താണ്? ഈ 4th മോഡ്യൂളിൽ തൽക്കാലം എന്താണ്? z = എന്നാണ് പറയുക. ഓക്കെ, ആ z = വരുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ഫംഗ്ഷൻ ഇവിടെ എന്താണ്? z ആണ് വരിക കേട്ടോ. അപ്പൊ അതിന് കുറച്ച് സിമ്പിൾസ് ഉണ്ട്. ∂z/∂x എന്താണ്? ∂z/∂x. അതിനെ നമ്മൾ p എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ ആണോ? ∂z/∂x എന്ന് ഡിനോട്ട് ചെയ്യുന്നു, p എന്ന് ഡിനോട്ട് ചെയ്യുന്നു. q എന്ന് പറഞ്ഞാല് ∂z/∂y. ∂z/∂y എന്ത് വിളിക്കുന്നു? q എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണേ, ∂z/∂x ഇവിടെ d' എന്ന് കൂടി d എന്ന് കൂടി ഡിനോട്ട് ചെയ്യുന്നു. ∂z/∂x എന്ത് ഡിനോട്ട് ചെയ്യുന്നു? d എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ∂z/∂y d' എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, p എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ചെയ്തോളൂ. p എന്ന് പറഞ്ഞാൽ ∂z/∂x ആണ്. അതിനെ ക്യാപിറ്റൽ ലെറ്റർ d കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. q എന്ന് വിളിച്ചാലോ
ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ്. അതിനെ ക്യാപിറ്റൽ ലെറ്റർ ഡി ഡാഷ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. നോട്ട് ചെയ്യാം, എഴുതി വയ്ക്കുക. ഇനി സെക്കൻഡ് ഓർഡർ വരുന്നതാണ്. സെക്കൻഡ് ഓർഡർ ചെയ്യുമ്പോൾ പേര് PQRST എന്നാണ് വിളിക്കുക. RST അങ്ങനെ ആറ് എന്തിനാ പറയുന്ന ഒരു കൺഫ്യൂഷൻ. കുറേ സിമ്പിളുകൾ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ നോക്കിയപ്പോൾ RST എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, R എന്ന് പറഞ്ഞാൽ എന്താ? R എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡി സ്ക്വയർ. ഓക്കെ, S എന്ന് പറഞ്ഞാൽ ഓക്കെ. അടുത്ത സിമ്പിളാണ് സ്മോൾ ലെറ്റർ R എന്ന് ഡിനോട്ട് ചെയ്യുന്നു. R, സ്മോൾ ലെറ്റർ R എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ. എന്താണ് സ്മോൾ ലെറ്റർ ആറിനെ ഡിനോട്ട് ചെയ്യുന്നത്? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ. സെക്കൻഡ് ഡെറിവേറ്റീവിനെയാണ് എന്ത് ഡിനോട്ട് ചെയ്യുന്നത്? ആർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് വരും? ക്യാപിറ്റൽ ലെറ്റർ ഡി സ്ക്വയർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ ആണോ? അടുത്തത് എസ്. എസ് എസ് എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ. തിരിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല, ഡോ വൈ ഡോ എക്സ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇതിനെന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ഡി ഇൻറ്റു ഡി ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. മനസ്സിലായോ? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈനെ ഡി ഇൻറ്റു ഡി ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. RST. ടി എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ. അതിനെ ഡി ഡാഷ് സ്ക്വയർ എന്നും ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു 5 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ക്വസ്റ്റ്യനിൽ ചിലപ്പോ ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ടാണ് ഈ 5 കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. എഴുതാം, ഈ 5 കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഒന്ന് എഴുതാം. ഡി ഡാഷിന്റെ സ്ക്വയർ, ഡി ഡാഷ് സ്ക്വയർ. ഡി ഡാഷ് ഇട്ടിട്ട് തൊട്ടപ്പുറത്ത് സ്ക്വയർ ഇട്ടാൽ മതി. ഡി ഡാഷ് ഇട്ടിട്ട് തൊട്ടപ്പുറത്ത് ഒരു സ്ക്വയർ ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, എഴുതിയോ? എഴുതിയില്ലേ? ഇനി ഇതിന്റെ ഫോർമുലാസ് ആണ്. എഴുതിയത് എല്ലാരും? മാറ്റോട്ടെ. എന്തായാലും റേഞ്ച് കട്ടാകുമ്പോൾ ഒന്ന് പറയണേ. ഞാൻ കഴിഞ്ഞ ദിവസം അല്ല ഇന്ന് കുറെ പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായി. ഞാനിങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുക, ആർക്കൊന്നും കേൾക്കുന്നില്ല. അത്ര ഞാൻ എനിക്കോട് നോക്കുമ്പോൾ അറിയുന്നില്ല. അപ്പൊ എന്റെ മറ്റേ ഫോണിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ, ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ വിളിച്ചാലും മതി. അപ്പൊ നമ്മൾ ഇതിൽ എന്താ ചെയ്യാൻ പോവാണ്? സൊല്യൂഷൻ കാണാൻ പോവാണ്. നേരത്തെ പോലെയാണ് താഴെ എഴുതുക. then the solution is ഇഫ്രൈം പോയിട്ട് വന്നാണ് എഴുതാം. സൊല്യൂഷൻ ഈസ് z equal to CF plus PI. അവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ടൈപ്പ്. സെക്കൻഡ് യൂണിറ്റിൽ പറഞ്ഞതുപോലെ സൊല്യൂഷൻ y equal to CF plus PI എന്ന് പറയുന്ന പോലെ ഇവിടെ എന്താണത്? z equal to CF plus PI എന്നാണ്. അപ്പോൾ ഇതിലും മെത്തേഡ് ഫോർ ഫൈൻഡിങ് CF ഉണ്ട്, മെത്തേഡ് ഫോർ ഫൈൻഡിങ് PI ഉണ്ട്. ഓക്കെ, ഓക്കെ ആണോ അത്? ഹലോ, കുഴപ്പമില്ലല്ലോ? ഓക്കെ, താഴെ എഴുതാം. ദെൻ ഹെഡിങ് എഴുതാണ് മെത്തേഡ് ഫോർ ഫൈൻഡിങ് CF കാണാനുള്ള മെത്തേഡ്. മെത്തേഡ് ഫോർ ഫൈൻഡിങ് CF കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇവിടെ കോംപ്ലക്സ് റൂട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ.
പേടിക്കണ്ട, കോംപ്ലക്സ് റൂട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇതിൽ മെത്തേഡിന്റെ ഫോർമുലാസ് ഒക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, പറയട്ടെ, താഴെ എഴുതാണ്. കുറച്ച് അവിടെ പറഞ്ഞതിനേക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, എല്ലാം കൂടി കൺഫ്യൂഷൻ ആവണ്ട. ഒന്ന് സിമ്പിളായിട്ട് ഇരുന്നിട്ട് ആലോചിച്ചിട്ട് പഠിച്ചാൽ മതി. സമയമുണ്ട്, ഇന്ന് നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാൾ അത്രയും തറവായിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, മെത്തേഡ് ഫോർ ഫൈൻഡിങ് സി എഫ് ആണ്, സി എഫ് കണ്ടുപിടിക്കാൻ മെത്തേഡാണ്. അപ്പോൾ ഇതിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓക്സിലറി ഇക്വേഷൻ എഴുതണം. പക്ഷെ ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇസഡിന്റെ ഉള്ളിൽ എപ്പോഴും ഡിയിലും ഡി ഡാഷിലുമുള്ള ഇക്വേഷൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ മുഴുവൻ എന്തായിരിക്കും, ഡിയിലും ഡി ഡാഷിലും വരുന്ന ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ ഡി മാത്രമല്ല, ഇവിടെ ആരുണ്ട്, ഡി ഡാഷ് എന്ന് പറഞ്ഞ ടേം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ താഴെ എഴുതാണ്. ഫസ്റ്റ് വി റൈറ്റ് ദി ഓക്സിലറി ഇക്വേഷൻ. ഫസ്റ്റ് വി റൈറ്റ് ദി ഓക്സിലറി ഇക്വേഷൻ. അതിന് ബ്രാക്കറ്റിൽ എഴുതാം പുട്ട് ഡി ഈക്വൽ ടു എം. പഴയ പോലെ തന്നെയാണ്, ഡിക്ക് എം കൊടുക്കുന്നു, പക്ഷേ ഡി ഡാഷിന് 1 കൊടുക്കുന്നു. എങ്ങനെയാണ് ഓക്സിലറി ഇക്വേഷൻ ഉണ്ടാക്കുന്നത്? പുട്ട് ഡി ഈക്വൽ ടു എം ആൻഡ് ഡി ഡാഷ് ഈക്വൽ ടു 1. ഡിക്ക് എമ്മും ഡി ഡാഷിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഡി ഡാഷിന് 1ഉം കൊടുക്കുന്നു. ഡിക്ക് എമ്മും ഡി ഡാഷിന് 1ഉം കൊടുക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ നമുക്കൊരു ഓക്സിലറി ഇക്വേഷൻ കിട്ടും. ആ ഓക്സിലറി ഇക്വേഷനെ സോൾവ് ചെയ്യുന്നു. ആ ഓക്സിലറി ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നു. കിട്ടുന്ന റൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, സി എഫ് വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കേസ് തൽക്കാലം ഞാൻ 3 റൂട്ട്, കാരണം ഇവിടെ മിക്കതും ക്യൂബിക് ഇക്വേഷൻ ഒക്കെയാണ് വരുന്നത്, അതുകൊണ്ട് 3 റൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇക്വേഷൻ പറയാണ് M1ഉം M2ഉം M3, 3 റൂട്ട് വരുന്നത് കേട്ടോ. 3 റൂട്ട് വരുന്നതാണ്. അത് തൽക്കാലം പറയുമ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പറയട്ടെ. ഒന്നാമത്തെ കേസ് പറയാണ് കേസ് 1. ഒന്നാമത്തെ കേസ് പറയാണ് കേസ് 1. ഇഫ് M1 നോട്ട് ഈക്വൽ ടു M2 നോട്ട് ഈക്വൽ ടു M3, കിട്ടുന്ന 3 റൂട്ടും നോട്ട് ഈക്വൽ ടു വരിക. 3ഉം ഡിഫറെന്റ് ആണെങ്കിൽ, മനസ്സിലായതോ? ഓൾ ദ റൂട്ട്സ് ആർ ഡിഫറെന്റ്, എല്ലാ റൂട്ട്സും ഡിഫറെന്റ് ആണെങ്കിൽ സി എഫ്, ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല, ഒരു 1.5 സി എഫ് ആണ് വരാൻ പോകുന്നത്. നോക്കി എഴുതാം, ശ്രദ്ധിക്കുക. 5 എഴുതാണ്. 5 ഓഫ് y പ്ലസ് M1x. ഇതുവരെ കാണാത്ത സാധനങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്, ശ്രദ്ധിക്കുക, ടെൻഷൻ ഒന്നും അടിക്കണ്ട. 5 ഓഫ് y പ്ലസ് M1x പ്ലസ് അടുത്തത് 5 ഓഫ് y പ്ലസ് M2x. ഓക്കെ, പ്ലസ് അടുത്തത് 5 ഓഫ് y പ്ലസ് M3x. മറ്റതായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത് സിമ്പിളാണ്. മറ്റേ ഇക്വേഷനായിട്ട്, നമ്മൾ അവിടെ പഠിച്ച ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ട് വരുള്ളൂ, അല്ലെങ്കിൽ ഇത് സുഖം. 5 1 5 2 5 3 കൊടുത്താൽ മതി. y പ്ലസ് M1x, y പ്ലസ് M2x, y പ്ലസ് M3x. ഓക്കെ ആണോ? കേസ് 1 ഓക്കെ ആണോ? ഓക്കെ ആണോ കേസ് 1? ഇതിനേക്കാളും എൻ്റെ അഭിപ്രായത്തിൽ എളുപ്പം തന്നെയാണ്. ഓക്കെ, മറ്റത് പഠിച്ചത് കൊണ്ട് ഇത് ഈസി ആയിട്ട് തോന്നാം കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ കേട്ടോ. അടുത്ത രണ്ടാമത്തെ കേസ് എഴുതാം, കേസ് 2. രണ്ടാമത്തെ കേസാണ് കേസ് 2. രണ്ടാമത്തെ കേസ് പറയുന്നത് ആദ്യത്തെ 2 ഈക്വൽ, M1 ഈക്വൽ ടു M2, പക്ഷെ M3 ഈക്വൽ അല്ല. M1 ഈക്വൽ ടു M2, പക്ഷെ M3 ഈക്വൽ അല്ല. M1ഉം M2ഉം ഈക്വൽ ആണ്, പക്ഷെ ഒരെണ്ണം ഈക്വൽ അല്ല. ക്ലിയർ ആയോ? അങ്ങനെ വരുമ്പോൾ സി എഫിന്റെ ചെറിയൊരു വ്യത്യാസമുള്ളൂ കേട്ടോ. 5 ഓഫ് y പ്ലസ് M1x എങ്ങനെ എഴുതും? ഇത് രണ്ടും M1ഉം M2ഉം ഈക്വൽ ആണ് അല്ലെ? M1ഉം M2ഉം ഈക്വൽ ആണ്. അപ്പൊ രണ്ടിനും എന്താണ് കൊടുക്കേണ്ടി വരും? M1 തന്നെ കൊടുക്കേണ്ടി വരും. എത്ര വ്യത്യാസമുള്ളൂ? 5 ഓഫ് y പ്ലസ് M1x. അവിടെയും 5 ഓഫ് y പ്ലസ് M1x ആണ്. അപ്പൊ ഇത് രണ്ടും സെയിം വന്നതുകൊണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു എക്സ് കൊടുക്കുക. അവിടെയും നമ്മൾ പറഞ്ഞിരുന്നു, അവിടെ എക്സിന്റെ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഫോർമുല നോക്കുക? എന്താണ് ഫോർമുല? 5 ഓഫ് y പ്ലസ് M1x പ്ലസ് x ഇൻറ്റു 5 ഓഫ് y പ്ലസ് സെയിം തന്നെ M1x പ്ലസ് 5 ഓഫ് y പ്ലസ് M3x. ഇപ്പൊ 4 റൂട്ട് വന്നാലോ? 4 റൂട്ട് വന്നാൽ ഇതുപോലെ തന്നെ എഴുതാം കേട്ടോ. ഈക്വൽ ആണെങ്കിൽ ഒരു x ഇൻറ്റു എന്ന് കൊടുക്കാം.
മനസ്സിലായോ? രണ്ടും ഒരുപോലത്തെ സാധനങ്ങളാണ് എന്ന് വെക്കുക. അപ്പൊ ഒരെണ്ണത്തിന്റെ കൂടെ എക്സ് ഇൻറ്റു എന്ന് കൊടുക്കുക. ഇതാണ് വരുന്നത്. ഓക്കെ, കേസ് 2 എഴുതാം. m1 ഈക്വൽ ടു m2, അതുപോലെ നോട്ട് ഈക്വൽ ടു m3 വരുമ്പോൾ ഇതാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്ത മൂന്നാമത്തെ കേസാണ്. 3 ഈക്വൽ വരും. 3 ഈക്വൽ വരും. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഇതിലിപ്പോ കോംപ്ലക്സ് റൂട്ട് വന്നാലൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടാ. എന്ത് വന്നാലും ഇത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്നെ പറയ ശരി. ഓക്കെ, ദിൽഷാദെ ലൈറ്റായി. ഓക്കെ, ലേറ്റ് ആയവർക്ക് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫോമിൽ ഒന്നുകൂടി പറയട്ടെ. തൽക്കാലം എഴുതാം. മൂന്നാമത്തെ കേസാണ് കേസ് 3. കേസ് 3 തൽക്കാലം നിങ്ങൾ ഒന്നും എഴുതണ്ട. ലേറ്റ് ആയാലും ഒന്നും തന്നെ എഴുതണ്ട. പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ എഴുതാം. ഒരു പേജ് വിട്ടോളൂ, 2 പേജ് വിടാം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ കേട്ടോ. ഓക്കെ, അപ്പൊ 3 ഈക്വൽ വരുമ്പോ ആ വീഡിയോ റെക്കോർഡിംഗ് ആണ്, പേടിക്കണ്ട. 3 ഈക്വൽ വരുമ്പോ 5(1) of y plus m1x plus x into 5(2) of y plus m1x plus x square into 5(3) of y plus m1x. 3 m1 കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? 5(1) of y plus m1x, 5(2) of y plus m1x, sorry, x into 5(2) of y plus m1x, x square into 5(3) of y plus m1x. ഓക്കെ ആണോ? ഓക്കെ, ഇതാണ് മെത്തേഡ് ഫോർ ഫൈൻഡിങ് CF. തീർച്ചയായും നമ്മൾ നോക്കുന്നതേ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലും ഇതേപോലെ CF PI എന്നുള്ള ടൈപ്പ് ഉണ്ട്. അപ്പൊ അതാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ CFന്റെ ഫോമിൽ നമ്മൾ എഴുതി കഴിഞ്ഞ് പേടിക്കണ്ട. പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഒരൊറ്റ പേജ് വിട്ടാൽ മതി, പേടിക്കാനൊന്നുമില്ല. ഒരു 2 പേജ് വിട്ടോളൂ. അപ്പൊ ഓക്കെ അല്ലേ? 3 വീക്കിൽ വരുന്ന മാച്ചോട്ടെ. ഇനി ഹെഡിങ് എഴുതാണ്. അത് മുതൽ എഴുതിക്കോളൂ കേട്ടാ. ഇത് മുതൽ എഴുതി തുടങ്ങിക്കോളൂ. എല്ലാവരും ലേറ്റ് ആയിട്ട് വന്നാൽ ഇത് മുതൽ എഴുതി തുടങ്ങിക്കോളൂ. മെത്തേഡ് ഫോർ ഫൈൻഡിങ് PI, പെർട്ടിക്കുലർ ഇന്റഗ്രൽ. മെത്തേഡ് ഫോർ ഫൈൻഡിങ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. ഹെഡിങ് എഴുതാണ്. PI കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. നമ്മളിപ്പോ നോക്കുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ PI ആണ്. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കേട്ടോ. മെത്തേഡ് ഫോർ ഫൈൻഡിങ് PI. അപ്പൊ അതിൽ എഴുതുക. അതിന്റെ ഫോമിലെ PI കാണുന്ന മറ്റേ ഫോമിൽ തന്നെയാണ്. ഇവിടെ ആരുണ്ട്? ഇവിടെ 2 ടേം ഉണ്ടാകും, ഡിയും ഡി ഡാഷും. അപ്പോ f of d into d dash into റൈറ്റ് സൈഡിൽ x മാത്രമല്ല, ഇവിടെ ആരുണ്ടാകും? y ഉണ്ടാകും. മനസ്സിലായോ? അതായത് ക്വസ്റ്റ്യന്റെ കൂടെ എക്സും വൈയും വരുന്ന ഇക്വേഷൻ ആയിരിക്കും. എല്ലാ ക്വസ്റ്റ്യന്റെയും കൂടെ എക്സും വൈയും വരുന്ന ഇക്വേഷൻ ആയിരിക്കും. അപ്പൊ PI equal to 1/f of d, d dash into r of xy. ശ്രദ്ധിക്കുക, റൈറ്റ് സൈഡ് 0 ആണെങ്കിൽ, r of xy 0 ആണെങ്കിൽ PIയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും കേട്ടോ. റൈറ്റ് സൈഡ് 0 ആണെങ്കിൽ PIയുടെ വാല്യൂ 0 ആയിരിക്കും. തൽക്കാലം ഒന്നാമത്തെ ടൈപ്പ് ഞാൻ എടുക്കുകയാണ്. ഹെഡിങ് എഴുതാ ടൈപ്പ് 1. ഒന്നാമത്തെ ടൈപ്പ് എടുക്കുകയാണ്. ടൈപ്പ് 1 PI കാണാനുള്ള ഒന്നാമത്തെ ടൈപ്പാണ്. റൈറ്റ് സൈഡില് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ r of xy റൈറ്റ് സൈഡിലുണ്ടല്ലോ, e⁻ax വരുന്നതാണ് അവിടെ നമ്മൾ പഠിച്ച ടൈപ്പ് അല്ലെ. അവിടെ നമ്മൾ പഠിച്ച ടൈപ്പ് e⁻ax ആണ്. ഇവിടെ ആരുണ്ട്? y കൂടി ഉണ്ട്. അപ്പൊ ഇതാണ് ഫോർമുല e⁻ax plus by വരുന്നത്. ഒന്നാമത്തെ ടൈപ്പ് ഇതാണ്. റൈറ്റ് സൈഡില് e⁻ax plus by വരുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റ് ടൈപ്പ് ഓക്കെ ആണോ? എന്താണ് ഒന്നാമത്തെ ടൈപ്പ് പറയുന്നത്? റൈറ്റ് സൈഡില് e⁻ax plus by വരുമ്പോ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ ഫോമിൽ എഴുതുന്നു. PI equal to 1/f of d, d dash, d യും d dash വരുന്ന ഇക്വേഷൻ എഴുതിയിട്ട് ഇൻറ്റു e⁻ax plus by എന്ന് എഴുതിയിട്ട് ഇവിടെ ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ d കാണുന്ന സ്ഥലത്ത് a ഇട്ട് കൊടുത്തു അല്ലെ. ഇവിടെ ഒരാൾ കൂടി ഉണ്ട്. ആരാ? ഒരാൾ ഇവിടെ പാവം വന്നിട്ടുണ്ട്. ആരാണ്? d dash. അപ്പൊ എന്ത് ചെയ്യാ?
ഡി ഡാഷ് കാണുന്നിടത്ത് ബി ഇട്ട് കൊടുക്കുക. എത്ര മാത്രമേ ഉള്ളൂ? ടൈപ്പ് 1 കഴിഞ്ഞു. എന്താണ് ചെയ്യുന്നത്? അവിടെ നമ്മൾ ചെയ്യുന്നത് എ മാത്രമേ കൊടുക്കുന്നുള്ളൂ, അവിടെ ഡി മാത്രമേ ഉള്ളൂ. ഇവിടെ ആരും കൂടി ഉണ്ട്? ഇവിടെ ഡി ഡാഷ് കൂടി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മള് ഡി ഡാഷ് കാണുന്നിടത്ത് ബി കൊടുക്കും. പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആവും, പേടിക്കേണ്ട, പ്രോബ്ലം ചെയ്യാം.